Dear students, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ക്വാണ്ടം വെൽ ആൻഡ് സൂപ്പർ ലാറ്റസ് ഫോട്ടോ ഡിറ്റക്ടേഴ്സ്. അതിനകത്ത് ആദ്യത്തത് ക്വാണ്ടം വെൽ സബ് ബാൻഡ് ഫോട്ടോ ഡിറ്റക്ടേഴ്സ് ആണ്. ഓക്കെ, സാധാരണ ക്വാണ്ടം വെൽസ് യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ലൈറ്റ്സിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇൻ എനി സ്പെക്ട്രൽ റീജൻ, ഏതൊരു സ്പെക്ട്രൽ റീജനിലുള്ള ലൈറ്റ്സിനെയും ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ക്വാണ്ടം വെൽസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, normally quantum wells photodetectors are preferably used in the spectral region പറയുന്നുണ്ടല്ലോ, in any spectral region എന്നാണ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത്, in the range of 2 to 20 micrometer. so infrared regionന്റെ 2 to 20 മൈക്രോമീറ്റർ റേഞ്ചിലാണ് സാധാരണഗതിയിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ക്വാണ്ടം വെൽ ഫോട്ടോ ഡിറ്റക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഏതിൻ്റെയൊക്കെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ്? നൈറ്റ് വിഷന്റെ കേസ്, അതേപോലെ തെർമൽ ഇമേജിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഈ പഠിക്കുന്ന എല്ലാ ഫോട്ടോ ഡിറ്റക്ടേഴ്സും അല്ലെങ്കിൽ ഫോട്ടോ ഡയോഡ്സും ബാൻഡ് ടു ബാൻഡ് ട്രാൻസിഷൻ ആണ് എക്സിബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് സെമി കണ്ടക്ടർ എനർജി ഗ്യാപ്പ് നെക്രോസ് ആയിട്ട് PN ഹോമോജീനസ് ജംഗ്ഷൻസ് ഒക്കെ എടുക്കുവാണെങ്കിൽ ഒരു ബാൻഡിൽ നിന്ന് നെക്സ്റ്റ് ബാൻഡിലേക്കുള്ള, അതായത് ബാൻഡ് ടു ബാൻഡ് ട്രാൻസ്മിഷൻ ആണ് എക്സിബിറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ട്രാൻസ്മിഷൻ എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിന്റെ കുറച്ച് പ്രിസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണഗതിയിൽ അതിനുവേണ്ടി മാനുഫാക്ചർ ചെയ്യുക അല്ലെങ്കിൽ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിന്റെ EG ആ എനർജി ഗ്യാപ്പ് വാല്യൂ എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. ഓക്കെ, സോ ഈ പറയുന്ന കണ്ടീഷൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യുന്നത്? ക്വാണ്ടം വെൽ സബ് ബാൻഡ് ഫോട്ടോ ഡിറ്റക്ടേഴ്സ് ഡിസൈൻ ചെയ്യുന്നത്. ഒരു 3,5 കോമ്പൗണ്ട്സ് എടുക്കുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ 3,5 കോമ്പൗണ്ട്സ് എടുക്കുവാണ്. ഫോർ എക്സാമ്പിൾ ഇൻഡിയം ആർസനൈഡ് ആന്റിമോണി വിത്ത് X equal to, അതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, IN, ദാറ്റ് ഇസ് ഇൻഡിയം ആർസനൈഡ് 1 - X, ആന്റിമോണി X with X equal to 0.5. ഈ ഒരു കോമ്പോസിഷനാണ് ഞാൻ ഫോട്ടോ ഡയോഡ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മെറ്റീരിയലിന്റെ കറസ്പോണ്ടിങ് എനർജി ഗ്യാപ്പ് വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ഹാവ് ലെസ് EG. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇങ്ങനെ ഒരു സാധനം അല്ലെങ്കിൽ ഈ പറയുന്ന ക്വാണ്ടം വെൽ സബ് ബാൻഡ് ഫോട്ടോ ഡിറ്റക്ടേഴ്സ് അല്ലെങ്കിൽ LEDs യൂസ് ചെയ്യുവാണെങ്കിൽ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ്? അതിന്റെ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. സോ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇത് ഇൻഡിയം ആർസനൈഡ് ആന്റിമോണി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ ആണ് നെക്സ്റ്റ് 2,6 കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ മെർക്കുറി കാഡ്മിയം ടെലൂറൈഡ് എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഇൻഫ്രാറെഡ് റീജിയൻസ്. ഓക്കെ, നമ്മുടെ ഈ പറയുന്ന ഇൻഫ്രാറെഡ് റീജിയണിൽ നമ്മൾ സാധാരണ അല്ലെങ്കിൽ ലേസർ ഡയോഡ്സിനകത്ത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബട്ട് ദിസ് മെറ്റീരിയൽസ് ആർ ക്വൈറ്റ് സോഫ്റ്റ്. അതെന്ന് പറയുന്നത് ലേശം സോഫ്റ്റ് മെറ്റീരിയൽ ആണ്, അതേപോലെ ഡിഫിക്കൽട്ട് ടു പ്രോസസ് ആൻഡ് ഹാവ് ലാർജ് ഡാർക്ക് കറണ്ട്. ഇതൊക്കെയാണ് ഈ പറയുന്ന മെർക്കുറി കാഡ്മിയം ടെലൂറൈഡ് എന്ന് പറയുന്ന മെറ്റീരിയലിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, another aspect which makes quantum well very appropriate for using infrared detection is due to the large value of dipole matrix element corresponding to inter-subband optical transmission. So inter-subband optical transition across ആയിട്ടുള്ള ഡൈപോൾ മെട്രിക്സ് എലമെന്റ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ബിക്കോസ് ഓഫ് ദാറ്റ് they are mainly used for because of that these quantum wells are mainly used for infrared detection. ഇനി ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. The absorption transition suitable for infrared detection for a single quantum well under the action of applied electric field is shown here. ഈ ഒരു ഫിഗർ നോക്കുവാണെങ്കിൽ ഇതാണ് ഒരു ക്വാണ്ടം വെൽ എന്ന് പറയുന്നത്. സോ നമുക്കറിയാം ക്വാണ്ടം വെൽ ഇതാണെങ്കിൽ അതിന്റെ രണ്ട് സൈഡിലുള്ള റീജിയൻസ് എന്തായിരിക്കും? അതിന്റെ ബാരിയേഴ്സ് ആയിരിക്കും. ഓക്കെ,
ഈ ഒരു ഫിഗർ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് രണ്ട് എനർജി ലെവൽസ് കാണിച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് E1 അനദർ എന്ന് പറയുന്നത് E2 ആണ്. സോ 2 എനർജി ലെവൽസ് ഇൻ ഈച്ച് വെൽ. ഓക്കെ, ഓരോ വെൽ, ഇതൊരു വെല്ലാണല്ലോ, ഇതേപോലെ ഓരോ വെല്ലിനകത്തും എത്ര എനർജി ലെവൽസ് ഉണ്ട്? രണ്ട് എനർജി ലെവൽസ് ഉണ്ട്. അതിനകത്ത് E1 ഈ പോർഷനും E2 എന്ന് പറയുന്ന ഈ പോർഷനും. And the second well, E2 is situated, അല്ലെങ്കിൽ it is being located close to the top of barrier. ഇത് ബാരിയർ ആണെങ്കിൽ ആ ബാരിയറിന്റെ മുകളിൽ ഏറ്റവും ഈ ബാരിയറിന്റെ ടോപ്പ് റീജിയൻ ഇതാണല്ലോ, അതിനോട് ചേർന്നിട്ടാണ് എന്ത് ഈ E2 എന്ന് പറയുന്ന എനർജി ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ രണ്ട് എനർജി ലെവലിന്റെയും സെപ്പറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓഫ് ദ റേഞ്ച് ഓഫ് 0.1 to 0.2 ഇലക്ട്രോൺ വോൾട്ട് ആണ്, which for 3,5 compounds implies a width of the wells of about 10 nanometer. Okay, so ഈ രണ്ട് എനർജി അല്ലെങ്കിൽ ഈ രണ്ട് എനർജി ലെവൽസിന് ഒരു വെല്ലിനകത്തുള്ള ഇൻഡിവിജ്വൽ എനർജി ലെവൽസിന്റെ സെപ്പറേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 0.1 to 0.2 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ബിക്കോസ് ഓഫ് ദാറ്റ് അതിന്റെ കറസ്പോണ്ടിങ് വെല്ലിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 10 nanometer ആണ്. ഓക്കെ, ഇനി the polarization of the incident radiation should be parallel to the confinement direction. എങ്ങോട്ടാണ് ഇലക്ട്രോൺസ് കൺഫൈൻ ചെയ്യുന്നത് ആ കൺഫൈൻ ചെയ്യുന്ന ഡയറക്ഷന് പാരലൽ ആയിട്ടായിരിക്കും എന്ത് വരുന്നത്? ഇൻസിഡന്റ് റേഡിയേഷന്റെ പോളറൈസേഷനും ഈ പറയുന്ന കൺഫൈൻമെന്റ് ഡയറക്ഷന് പാരലൽ ആയിട്ട് തന്നെയായിരിക്കും. അണ്ടർ ലൈറ്റ് ഇറേഡിയേഷൻ, this type of photodetectors generates a current by tunneling of carriers outside the wells. Okay, സാധാരണ ഒരു റേഡിയേഷന്റെ ഒരു കേസ് വരുവാണെങ്കിൽ ഈ ഫോട്ടോ ഡിറ്റക്ടേഴ്സിന് അക്രോസ് ആയിട്ട് എന്താ റൈസ് ചെയ്യും? ടണലിംഗ് റൈസ് ചെയ്യും. എവിടുന്ന്? വെല്ലിനകത്താണല്ലോ ഇലക്ട്രോൺസ് ഉള്ളത്. സോ വെല്ലിന്റെ വെളിയിലേക്ക് എന്ത് സംഭവിക്കും? ടണലിംഗ് റൈസ് ചെയ്യും. ഓക്കെ, ഇനി ഇതിന്റെ ഒരു വേറൊരു റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഫോട്ടോ ഡിറ്റക്ടേഴ്സിന്റെ വേറൊരു ടൈപ്പ് ഓഫ് ഫോട്ടോ ഡിറ്റക്ടേഴ്സ് അല്ലെങ്കിൽ അതിന്റെ ഒരു മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഇത് മറ്റേത് വെച്ച് നോക്കുമ്പം നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ഒരു ഫോട്ടോ ഡിറ്റക്ടേഴ്സിന്റെ അല്ലെങ്കിൽ ക്വാണ്ടം വെല്ലിന്റെ ഫീച്ചർ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ എഫക്റ്റീവ് ഡിവൈസ് ആണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഈ ക്വാണ്ടം വെല്ലിനകത്ത് രണ്ട് എനർജി ലെവൽസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ദാ ഒരു എനർജി ലെവൽ മാത്രമേ കാണിച്ചിട്ടുള്ളൂ, ദാറ്റ് ഇസ് E1 ഇവിടെയാണ്. ഒരു സിംഗിൾ ലെവൽ മാത്രം നമ്മൾ എന്ത് ചെയ്തു? ഈ വെല്ലിനകത്ത് നമ്മൾ പ്ലേസ് ചെയ്തു, അല്ലെങ്കിൽ ആ വെല്ലിനകത്ത് ആ ഒരു സിംഗിൾ ലെവൽ വരുന്ന രീതിയിൽ നമ്മൾ അതിനുള്ള ഒരു കോമ്പോസിഷൻ അല്ലെങ്കിൽ ഒരു ഫാബ്രിക്കേഷൻ മെത്തേഡാണ് നമ്മൾ ചെയ്തത്. ഇനി ഈ എനർജി ലെവൽ E2 എന്ന് പറയുന്നത് ഈ വെല്ലിന് വെളിയിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? പ്ലേസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ദ ഫസ്റ്റ് കണ്ടിന്യൂം നാരോ ബാൻഡ് ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് ദ വെൽ. അതായത് ഒരു കണ്ടിന്യൂം എന്ന് പറയുന്നത് വെല്ലിന്റെ ഇൻസൈഡ് ആണ്, ഒരെണ്ണം എന്ന് പറയുന്നത് എന്താണ്? വെല്ലിന്റെ വെളിയിലാണ്. ഓക്കെ, ഇവിടെ സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? അലൂമിനിയം ഗാലിയം ആർസനൈഡ്, ഗാലിയം ആർസനൈഡ്, അലൂമിനിയം ഗാലിയം ആർസനൈഡ്. അതായത് ഈ വെൽ എന്ന് പറയുന്നത് എന്തായാലും ഗാലിയം ആർസനൈഡ് ആണ്. ഈ ഇതെന്ന് പറയുന്ന നാരോ ബാൻഡ് റീജിയൻ ആണ്. ആ വെല്ലിന്റെ അപ്പുറം ഇപ്പുറം ഉള്ളതാണ് ബാരിയേഴ്സ്, ദാറ്റ് ഇസ് അലൂമിനിയം ഗാലിയം ആർസനൈഡ്. ഇത് നേരത്തെ പറഞ്ഞ ഒരു കോമ്പോസിഷൻ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ എഫക്റ്റീവ് ആണ്. ഈ ഒരു കേസിൽ ഇതിന്റെ എനർജി എന്ന് പറയുന്നത് ഈ വെല്ലിനകത്ത് ഈ പറയുന്ന രണ്ട് E1 E2 തമ്മിലുള്ള എനർജി ഡിഫറൻസ് എന്ന് പറയുന്ന സെപ്പറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് 0.12 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അത് കാരണം അതിന്റെ സ്പെക്ട്രൽ റെസ്പോൺസ് ഈസ് അറൌണ്ട് 10 മൈക്രോമീറ്റർ ആണ്. ഓക്കെ, the advantage of this scheme is that photodetector dark current is smaller for the older case, in which carriers have to leave the wells by tunneling. Okay, so നമ്മൾ രണ്ടിടത്ത് ഒരു ടേം കണ്ടു, ഡാർക്ക് കറണ്ട് എന്ന് പറയുന്നത്. എന്താണ് ഡാർക്ക് കറണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു ഫോട്ടോ ഡിറ്റക്ടേഴ്സ് എടുത്താലും, ഫോർ എക്സാമ്പിൾ ഫോട്ടോ ഡയോഡ്സ് ആകട്ടെ, ഫോട്ടോ ട്രാൻസിസ്റ്റേഴ്സ് ആവട്ടെ, CCD സെൻസേഴ്സ് ആവട്ടെ, ഫോട്ടോ ട്യൂബ്സ് ആവട്ടെ, ഇതെല്ലാം എന്ത് ചെയ്യും? നമ്മൾ കൊടുക്കുന്ന ഇൻസിഡന്റ് ഒപ്റ്റിക്കൽ പവറിന് പ്രൊപ്പോർഷണൽ ആയിട്ട്, അതായത് ഒന്നെങ്കിൽ ഈക്വലി പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ അതിന് കൂടുതലാവാം കുറവാകും, അതിന് പ്രൊപ്പോർഷണൽ ആയിട്ട് എന്ത് ജനറേറ്റ് ചെയ്യും? ഒരു സിഗ്നൽ കറണ്ട് ജനറേറ്റ് ചെയ്യും. ഓക്കെ, എന്തിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ്? നമ്മൾ കൊടുക്കുന്ന ഇൻസിഡന്റ് ഒപ്റ്റിക്കൽ പവറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സിഗ്നൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഹൗവർ, ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി ലൈറ്റ് ഇൻപുട്ട്, സോ ഞാൻ ഇൻസിഡന്റ് ആയിട്ട് ഒരു ഇൻപുട്ട് കൊടുക്കാതെ തന്നെ ചില കേസിൽ എന്ത് സംഭവിക്കും?
ഒരു ടൈനി എമൗണ്ട് ഓഫ് ഡി സി കറണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഈ ടൈനി എമൗണ്ട് ഓഫ് ഡി സി കറണ്ടിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഡാർക്ക് കറണ്ട് എന്നും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള തെർമൽ കറണ്ട് ആണ് വിത്ത് സീറോ മീൻ വാല്യൂ ഈസ് സീറോ മീൻ വാല്യൂ. ഒരു ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഒരു കറണ്ട് ആണ് ശരിക്കും, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഒരു ഇൻപുട്ട് പവർ കൊടുക്കുന്ന സമയത്താണ് സാധാരണഗതിയിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നത്. ഈ ഇൻപുട്ട് കറണ്ട് കൊടുക്കാതെ തന്നെ ചില കേസിൽ ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി ഓഫ് കറണ്ട് ജനറേറ്റ് ചെയ്യും. ഈ ക്വാണ്ടിറ്റി ഓഫ് കറണ്ട് ആണ് എന്ത്, ഡാർക്ക് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു കോമ്പോസിഷനിൽ നമ്മൾ ഈ ക്വാണ്ടം വെൽ, സബ് ബാൻഡ്, ഫോട്ടോ ഡിറ്റക്ടേഴ്സ് നോക്കിയപ്പോൾ ഈ രണ്ട് അലൈൻമെന്റ് നോക്കി. സോ ഈ രണ്ട് അലൈൻമെന്റിനകത്ത് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഉള്ള ഡാർക്ക് കറണ്ട് അല്ലെങ്കിൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡാർക്ക് കറണ്ട് എന്ന് പറയുന്നത് നേരത്തെ കേസിൽ, ആദ്യത്തെ ഒരു കോമ്പോസിഷന്റെ കേസിൽ പ്രൊഡ്യൂസ് ചെയ്ത ഡാർക്ക് കറണ്ടിനേക്കാളും കുറവാണ്. ഓക്കെ, അത് കാരണം ഈ കറണ്ട് കുറവായത് കാരണം കാരിയേഴ്സ് എന്ത് ചെയ്യും, ടണലിംഗ് ഫിനോമിനൻ യൂസ് ചെയ്ത് എന്ത് ചെയ്യും, ട്രാൻസിറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് ക്വാണ്ടം വെൽ, സബ് ബാൻഡ്, ഫോട്ടോ ഡിറ്റക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ക്വാണ്ടം വെൽ മോഡുലേറ്റേഴ്സ് ആണ്. So quantum well modulators can be used for direct modulation of light since they show much larger electro-optic effects than bulk semiconductors. So നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിനകത്ത് നമ്മളൊന്ന് എടുത്ത് പറയേണ്ട എന്താണ് ക്വാണ്ടം വെൽ മോഡുലേറ്റേഴ്സ് നമ്മൾ നോക്കിയതാണ്. അതിൻ്റെ ഒരു ചെറിയ ഫീച്ചേഴ്സും കൂടെ ആഡ് ഓൺ ചെയ്ത് പറയുന്നതേ ഉള്ളൂ. ബൾക്ക് മോഡുലേഷൻ അല്ലെങ്കിൽ ബൾക്ക് സെമി കണ്ടക്ടേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ ക്വാണ്ടം വെൽ മോഡുലേറ്റേഴ്സ് സാധാരണഗതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡ്യൂ ടു ദ ക്വാണ്ടം കൺഫൈൻഡ് സ്റ്റാർക്ക് എഫക്റ്റ് QCSE, large changes in quantum absorption spectrum of quantum wells can be induced by the application of electric field. നമ്മൾ ഈ പറയുന്ന ക്വാണ്ടം വെൽസ് അല്ലെങ്കിൽ ഈ ക്വാണ്ടം വെൽ ഒപ്റ്റിക്കൽ മോഡുലേറ്റേഴ്സ്, ഈ ഒരു സ്ട്രക്ചറിനകത്ത് ഞാൻ എക്സ്റ്റേണലി ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് അതിന്റെ ഒപ്റ്റിക്കൽ അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിനകത്ത്, ഈ ക്വാണ്ടം വെല്ലിന്റെ ഒപ്റ്റിക്കൽ അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിനകത്ത് ഒരുപാട് ചേഞ്ചസ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. ചേഞ്ചസ് നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും, മോഡിഫിക്കേഷൻസ് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഓഫ് ഹൈ ബാരിയേഴ്സ് ഓഫ് ദ വെൽസ്, എക്സൈറ്റോൺസ് in these nanostructures do not field ionize as easily in the bulk. സാധാരണ കേസിൽ നമ്മളൊരു ബൾക്ക് സെമി കണ്ടക്ടർ ഡിവൈസസ് എടുക്കുവാണെങ്കിൽ ആ ബൾക്ക് സെമി കണ്ടക്ടർ ഡിവൈസസിലേക്ക് ഞാൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവിടെ എന്ത് ചെയ്യും, അതിനകത്തുള്ള ഇലക്ട്രോൺസ് അല്ലെങ്കിൽ അതിനകത്തുള്ള കാരിയേഴ്സ് എന്ത് ചെയ്യും, അയോണൈസ് ചെയ്യാൻ തുടങ്ങും. അയോണൈസ് ചെയ്ത് അതെന്ത് ചെയ്യും, ട്രാൻസിഷൻ മോഡിലേക്ക് വരും. ബട്ട് ഈ ഒരു കേസിൽ നമ്മൾ ക്വാണ്ടം വെൽസ് എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന നാനോ സ്ട്രക്ചേഴ്സ് എടുക്കുവാണെങ്കിൽ ഈ ഒപ്റ്റിക്കൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ ഈ പറയുന്ന നാനോ സ്ട്രക്ചറിലേക്ക് ഞാൻ എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് ഇതിനകത്ത് വെൽസിനകത്ത് തന്നെ ഒരു എനർജി ബാരിയർ, അതിനകത്ത് തന്നെ ഒരു ബാരിയർ ഉണ്ട്. ക്വാണ്ടം വെല്ലിനകത്ത് തന്നെ ഒരു ചെറിയൊരു ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ത്രെഷോൾഡ് വോൾട്ടേജ് ഉണ്ടാവും. സോ ഇനി ഞാനൊരു എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്ത് സംഭവിക്കില്ല, ആ നാനോ സ്ട്രക്ചേഴ്സിനകത്തുള്ള ഇലക്ട്രോൺസ് അല്ലെങ്കിൽ അതിനകത്തുള്ള അയോൺസ് എന്ത് ചെയ്യില്ല, അത് കംപ്ലീറ്റ് ആയിട്ട് അയോണൈസ് ചെയ്യില്ല. ദെയർഫോർ ഹയർ ഇലക്ട്രിക് ഫീൽഡ്സിന് അതിന് എന്ത് ചെയ്യാൻ പറ്റും, സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും, വിച്ച് ഓഫ് ദിസ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് മറ്റേത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഇലക്ട്രിക് ഫീൽഡ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് എന്ത്, നമ്മുടെ നാനോ സ്ട്രക്ചറിലുള്ള ക്വാണ്ടം വെൽ ഒപ്റ്റിക്കൽ മോഡുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. So one important advantage of quantum well optical modulator is that they are compatible with microelectronic technology ആയിട്ട് compatible. സോ അതിൻ്റെ ഇവിടെ എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു മീസ എച്ച് മോഡുലേറ്റർ ബേസ്ഡ് ഓൺ ഇലക്ട്രോ അബ്സോർപ്ഷൻ മോഡുലേറ്റേഴ്സ് യൂസിംഗ് ദ change of the optical absorption coefficient in the quantum well under effect of an electric field is shown below. ഈ സ്ട്രക്ചറിനകത്ത് നോക്കുവാണെങ്കിൽ ഈ പോർഷൻ എന്ന് പറയുന്നത് എൻ സബ്സ്ട്രേറ്റ് ആണ്, ഈ റീജിയൻ എന്ന് പറയുന്ന സബ്സ്ട്രേറ്റ് ആണ്. ഇതെന്ന് പറയുന്നത് എന്താണ്, സബ്സ്ട്രേറ്റിന്റെ മുകളിൽ നമ്മളൊരു എൻ റീജിയൻ ഡ്രോ ചെയ്തിട്ടുണ്ട്.
അതിന്റെ മുകളിലായിട്ട് ഇൻട്രിൻസിക് റീജിയൻ ഉണ്ട്. ദിസ് ഇസ് ക്വാണ്ടം വെൽ. അഗെയിൻ അതിന്റെ മുകളിൽ എന്തുണ്ട്? പി റീജിയൻ ഉണ്ട്. അതായത് അലുമിനിയം ഗാലിയം ആർസനൈഡ്, ഗാലിയം ആർസനൈഡ്, അലുമിനിയം ഗാലിയം ആർസനൈഡ്. ഇനി ഈ രണ്ട് എഡ്ജസ് എന്ന് പറയുന്നത് അതിന്റെ മെറ്റൽ കോണ്ടാക്ട് ആണ്. ഇതുവഴി നമ്മൾ ലൈറ്റ് റേസ് കൊടുക്കും, ഒപ്റ്റിക്കൽ ഇൻപുട്ട് കൊടുക്കും. ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഒപ്റ്റിക്കൽ കൺഫൈൻമെന്റ് ഈ പോർഷൻ വഴി നമുക്ക് കിട്ടും. സോ ഇതൊരു മൾട്ടിപ്പിൾ ക്വാണ്ടം വെൽ, അതായത് നമ്മളൊരു സിംഗിൾ ക്വാണ്ടം വെല്ലിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? മൾട്ടിപ്പിൾ ക്വാണ്ടം വെൽസ് യൂസ് ചെയ്യാം. സോ കൺഫൈൻമെന്റ് കുറച്ചുകൂടി പ്രിസൈസ് ആയിരിക്കും. ഇനി അതിനെ ക്രൂസ് ആയിട്ടുള്ള ബയാസിംഗ് ആണ് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഫിഗർ ഇറ്റ് യൂസസ് എ സെറ്റ്സ് ഓഫ് മൾട്ടിപ്പിൾ ക്വാണ്ടം വെൽ ടു മേക്ക് ദ എഫക്ട് മോർ. ആ കൺഫൈൻമെന്റ് കുറച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? മൾട്ടിപ്പിൾ ക്വാണ്ടം വെൽസ് യൂസ് ചെയ്യും. നമുക്കറിയാം മൾട്ടിപ്പിൾ ക്വാണ്ടം വെൽ സ്ട്രക്ചർ കൺസിസ്റ്റ് ഓഫ് ആൻ അറേ ഓഫ് സെവറൽ ക്വാണ്ടം വെൽസ് വിച്ച് ഇസ് 5 to 10 നാനോമീറ്റർ ഇൻ തിക്നെസ് ഈച്ച് ഓഫ് ടൈപ്പ്. നമ്മൾ യൂഷ്വലി പഠിച്ചിട്ടുള്ള സെയിം കോമ്പോസിഷൻ തന്നെയാണ്. The structure is placed between P plus and N plus sides of the reverse biased junction. ഈ ക്വാണ്ടം വെൽ ഏതിന് അക്രോസ് ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? ഈ പി റീജിയനും എൻ റീജിയനും അക്രോസ് ആയിട്ടാണ് നമ്മൾ എന്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്? ക്വാണ്ടം വെൽസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. The whole multiple quantum well structure has a thickness of 0.5 micrometer. Then for small reverse voltage can be produced. The whole multiple quantum well structure has a thickness of about 0.5 micrometer and thickness. Then for small reverse voltage can produce electric field in the range of 10⁴ to 10⁵ volt centimeter inverse. Okay, so ഇതിന്റെ ഈ മൾട്ടിപ്പിൾ ക്വാണ്ടം വെല്ലിന്റെ മൊത്തത്തിലുള്ള തിക്നെസ് ആണ് എന്ത്? 0.5 മൈക്രോമീറ്റർ എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഏബിൾ ടു പ്രൊഡ്യൂസ് ആൻ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ദ റേഞ്ച് ഓഫ് എന്താണ്? 10⁴ to 10⁵ വോൾട്ട് സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. ഓക്കെ, ഈ ഒരു മൾട്ടിപ്പിൾ ക്വാണ്ടം വെൽ സ്ട്രക്ചറിനകത്തുള്ള അതായത് ഇതിനകത്തേക്ക് ഇൻഡ്യൂസ് ചെയ്യുന്ന ഫീൽഡിന്റെ വാല്യൂ എന്ന് പറയുന്നത്, ഇൻഡ്യൂസ്ഡ് ഫീൽഡ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ഈസ് ഓഫ് ദ റേഞ്ച് ഓഫ് 0.01 to 0.05 ഇലക്ട്രോൺ വോൾട്ട് ആണ്. And electro absorption modulators allow high speed modulation with a large contrast ratio of transmitted light through the device. The contrast ratio can be as high as 100 by working in a reflecting mode instead of transmission mode. Transmission മോഡിനേക്കാളും കൂടുതൽ നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന റിഫ്ലക്റ്റിംഗ് മോഡാണ്. ഓക്കെ, this can be done by depositing a metal layer substrate and forcing light to make 2 passes. ലൈറ്റ് നമ്മൾ സാധാരണഗതിയിൽ ഈ റിഫ്ലക്റ്റിംഗ് മോഡ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, this is done by depositing a metal layer substrate and forcing light to make 2 passes. ഇവിടെ നോക്കി നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സബ്സ്ട്രേറ്റിന്റെ മുകളിലാണ് ഈ പറയുന്ന പി എൻ ജംഗ്ഷൻ ഡയോഡ് അല്ലെങ്കിൽ നമ്മുടെ ക്വാണ്ടം വെൽ മോഡുലേറ്റേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഇതാണ് ക്വാണ്ടം വെൽ എന്ന് പറയുന്നത്. ഈ ക്വാണ്ടം വെല്ലിനകത്ത് എന്താണ്? നമ്മൾ സിംഗിൾ ക്വാണ്ടം വെൽ അല്ല യൂസ് ചെയ്യുന്ന, മൾട്ടിപ്പിൾ ക്വാണ്ടം വെൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ക്വാണ്ടം വെൽ ഒപ്റ്റിക്കൽ മോഡുലേറ്റേഴ്സിനെ നമുക്ക് ഇലക്ട്രോ അബ്സോർപ്ഷൻ മോഡുലേറ്റേഴ്സ് എന്നും പറയാം, വിച്ച് can operate up to a frequency of several tens of gigahertz. And if high electric fields are applied, the maximum frequency can approach 100 gigahertz. Okay, ഇത്രയാണ് ക്വാണ്ടം വെൽ ഒപ്റ്റിക്കൽ മോഡുലേറ്റേഴ്സ്. അതിന്റെ ഈ ഫിഗറും ഉണ്ട്, അതിന്റെ ഈ ഫീച്ചേഴ്സും ഉണ്ട്. ഓക്കെ, പിന്നെ ആസ് യൂഷ്വൽ ഞാൻ ഇതിന്റെ വർക്കിംഗ് ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്കറിയാം ഇത് ഇതാണ് പി എൻ ജംഗ്ഷൻ ആണ്. നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഫോർവേഡ് ബയസ്ഡ് അല്ല കൊടുത്തിരിക്കുന്നത്, നമ്മൾ എന്താണ്? റിവേഴ്സ് ബയസ്ഡ് ആണ്. സോ ഈ ഒരു റിവേഴ്സ് ബയസ്ഡ് കേസിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഓഫ് കോഴ്സ് ഇതിനകത്ത് മനസ്സിലാവുമായിരിക്കും. കാരണം ഇവിടെ നെഗറ്റീവ് ആണ്, ഇവിടെ പിക്കകത്ത് മെജോറിറ്റി കാരിയേഴ്സ് എന്താണ്? ഹോൾസ് ആണ്, അത് ഇങ്ങോട്ടേക്ക് പോകും. ഇവിടെയുള്ള മെജോറിറ്റി കാരിയേഴ്സ് എന്താണ്? ഇലക്ട്രോൺസ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? പോസിറ്റീവ് ആണ്, സോ ഇങ്ങോട്ടേക്ക് പോകും. സോ രണ്ട് രീതിയിലാണ് കാരിയേഴ്സ് മൂവ് ചെയ്യുന്നത്. സോ 2 passes അതിനകത്തുണ്ട്. ഓക്കെ, സോ വർക്കിംഗ് നമ്മൾ സാധാരണ ഒരു ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് കേസിൽ എങ്ങനെയാണോ സെയിം തന്നെയാണ്. ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക്കും കൂടിയുണ്ട്, അതാണ് നാനോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റം. അതിനെ നമുക്ക് നെംസ് എന്ന് പറയാം. ദിസ് ഇസ് എ റാപ്പിഡ്ലി ഗ്രോയിങ് ഏരിയ ഓഫ് റിസർച്ച് ഫോർ ഫ്യൂച്ചർ ആപ്ലിക്കേഷൻ. an important NEMS based switching device എന്ന് പറയുന്നത് ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ CNT നമ്മൾ പഠിച്ചതാണ്. based on the strong electromechanical coupling. അതിനകത്ത് ഇലക്ട്രോ കപ്ലിംഗ് മാത്രമല്ല, electromechanical coupling in devices in nanometer scale.
CNTs are suitable for NEM devices due to excellent electronic as well as mechanical properties, well characterized chemical and physical structures, low mass and dimensions. Okay, what are the basic principle of NEMs? They are made up of electromechanical devices, electric devices and mechanical devices with dimensions from 100 to few nanometers on. Okay, several advantages of NEMs include fundamental frequencies in microwave range, low energy dissipation, active mass in femtogram range, attonewton level force sensitivity, power consumption in the order of 10 attowatts, extreme high integration level. Okay, ഇനി some applications of NEMS ന്റെ application എന്ന് പറയുന്നത് force sensor, chemical sensor, biological sensor, ultra high frequency resonators ഒക്കെയാണ് ഇതിന്റെ application എന്ന് പറയുന്നത്. ഇനി നെംസിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നാനോ സ്വിച്ച് എന്ന് പറയുന്നത്. ഒരു നാനോ സ്വിച്ച് അല്ലെങ്കിൽ ഒരു മോഡൽ സ്ട്രക്ചർ ഓഫ് 3 ടെർമിനൽ നാനോ സ്വിച്ച് ഈസ് ഷോൺ ബിലോ. ഇതാണ് നാനോ സ്വിച്ചിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദ ഓപ്പറേഷൻ ഓഫ് ഇതിനകത്ത് നാനോ സ്വിച്ചിന്റെ സ്ട്രക്ചർ എടുക്കുവാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ഈ ബേസ് റീജിയൻ എന്ന് പറഞ്ഞ സബ്സ്ട്രേറ്റ് ആണ്. ഇതെന്താണ് ഓക്സൈഡ്, ഫസ്റ്റ് ഓക്സൈഡ്, ഇത് സെക്കൻഡ് ഓക്സൈഡ് റീജിയൻ എന്ന് പറയുന്നത് ഈ ഗ്രേ പോർഷൻ ഒക്കെ ഫസ്റ്റ് ഓക്സൈഡ് ആണ്, ഇത് സെക്കൻഡ് ഓക്സൈഡ് ആണ്. ഇതെന്ന് പറയുന്നത് അതിന്റെ ഗേറ്റ് റീജിയൻ, ഇതെന്ന് പറയുന്നത് അതിന്റെ ഡ്രെയിൻ റീജിയൻ, ഇതെന്ന് പറയുന്നത് എന്താണ് സോഴ്സ് റീജിയൻ ആണ്. സോ ദ ഓപ്പറേഷൻ ഓഫ് NEM switch is different from MEMS switch. MEMS എന്താണെന്നുള്ളത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും, MEMS switchും പഠിച്ചിട്ടുണ്ടാവും ലാസ്റ്റ് സെമസ്റ്ററിൽ. ഡ്യൂ ടു ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇന്റർ അറ്റോമിക് ഫോഴ്സ് ബിറ്റ്വീൻ CNT ആൻഡ് ദ ഡ്രെയിൻ ഇലക്ട്രോഡ്. സോ നമ്മൾ ഇവിടുത്തെ ഒരു പെക്യുലിയർ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, CNT യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് CNT? കാർബൺ നാനോ ട്യൂബ്സ് ആണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്, സോഴ്സ് ടെർമിനലിൽ യൂസ് ചെയ്യുന്നത്. സോ അതിനകത്ത് തന്നെ ഒരു ഇന്റർ അറ്റോമിക് ഫോഴ്സ് ഉണ്ടാവും ബിറ്റ്വീൻ ഏതിന് എക്രോസ് ആയിട്ട്, ഈ പറയുന്ന സോഴ്സിന്റെയും ഡ്രെയിനിന്റെ എക്രോസ് ആയിട്ട് ഒരു ഇന്റർ അറ്റോമിക് ഫോഴ്സ് ഉണ്ടാവും. വിത്തൗട്ട് ആൻ അപ്ലൈഡ് വോൾട്ടേജ്, ഞാൻ എക്സ്റ്റേണലി ഒരു വോൾട്ടേജ് കൊടുക്കാതെ CNT can contact to electrodes because of attractive interaction between CNT and electrodes. So ഈ CNT electrodes ഇതിനകത്ത് തന്നെ ഒരു ഇന്റർ അറ്റോമിക് ഫോഴ്സ് ഉണ്ടാവും. സോ ഇത് കാരണം ഞാൻ ഒരു എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുക്കാതെ തന്നെ എന്ത് സംഭവിക്കും, CNTക്കകത്ത് ഇറ്റ് ക്യാൻ കോണ്ടാക്ട് ടു ഇലക്ട്രോൺസ്. ഇതിനെ ഏതുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഇലക്ട്രോഡ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഓഫ് ദാറ്റ് ദർ ഈസ് എ ഷാർപ്പ് ട്രാൻസിഷൻ ഫ്രം ഓഫ് ടു ഓൺ സ്റ്റേജ് when a gate voltage is varied at a fixed source to drain volt. Okay, and NEMS is about 1000 times smaller than MEMS. So നമുക്ക് ഊഹിക്കാം MEMSിനേക്കാളും 1000 times ചെറുതാണ് എന്ത്, NEMS എന്ന് പറയുന്നത്. സോ ഇത്രയാണ് മൊഡ്യൂൾ 6 എന്ന് പറയുന്നത്. ഇത് നോക്കുക, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.